ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടെടുപ്പ് എന്ന പഠന പദ്ധതിയുടെ 18ാമത്തെ അവതരണത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. വീണ്ടെടുപ്പ്. മനുഷ്യൻ വീണ്ടെടുക്കപ്പെടേണ്ടവനാണ്. കാരണം അവൻ വീണുപോയവനാണ്. പാപനിമിത്തം ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വീണുപോയ മനുഷ്യനെ വീണ്ടെടുക്കാനുള്ള പദ്ധതി ദൈവം തന്നെയാണ് ക്രമീകരിച്ചത്. മനുഷ്യർക്ക് സ്വയം തിരിച്ചു കയറി വരാൻ പറ്റില്ല. അതുകൊണ്ട് ദൈവം തന്നെ മനുഷ്യനെ വീണ്ടെടുക്കുവാനുള്ള പദ്ധതി ക്രമീകരിച്ചു. ആ പദ്ധതിയെക്കുറിച്ചുള്ള പഠനത്തിൽ നാം 18ാമത്തെ അവതരണത്തിലെത്തി നിൽക്കുകയാണ്. ദൈവത്തിൻ്റെ ഈ വലിയ പദ്ധതിയുടെ ആരംഭം ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണെങ്കിലും ദൈവം അബ്രഹാമിനെ വിളിച്ചു വരുത്തിക്കൊണ്ടാണ്, വേർതിരിച്ചുകൊണ്ടാണ് ഈ പദ്ധതി ഭൂമിയിൽ നടപ്പാക്കുന്നത്. ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് ഒരു വാഗ്ദാനം ചെയ്തു. നിന്നെ ഞാൻ മഹാജാതിയാക്കും, നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും. കാരണം അബ്രഹാം സമ്പന്നമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനോട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് യാത്ര പുറപ്പെടാൻ പറഞ്ഞു. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ച വ്യക്തിയായതുകൊണ്ട് മറു ചോദ്യങ്ങളില്ല, തർക്കമില്ല. ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരം അബ്രഹാം വീട് വിട്ടിറങ്ങി. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നീ സഞ്ചരിക്കുന്ന ദേശം ഞാൻ നിനക്ക് തരും, നിന്നെ മഹാജാതിയാക്കും. ദൈവം അതേപോലെ തന്നെ അബ്രഹാമിനെ പ്രവർത്തിച്ചു. അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ 430ഓളം വർഷം മറ്റൊരു ദേശത്ത് വസിക്കും, മിസ്രൈമിൽ വസിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞു. അങ്ങനെ സംഭവിച്ചു. അവിടെ നിന്ന് ദൈവം മോശയുടെ നേതൃത്വത്തിൽ അവരെ പുറത്തു കൊണ്ടുവന്നു. മോശയുടെ നിയന്ത്രണത്തിൽ ദൈവത്തിൻ്റെ നേതൃത്വത്തിൽ അവരെ നടത്തിക്കൊണ്ടുവന്നു. അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ മലയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ട് അവരോട് ദൈവം നൽകുന്ന അനുഗ്രഹത്തെ ശാപത്തെക്കുറിച്ച് പറഞ്ഞു. അനുഗ്രഹം അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ വിശുദ്ധ കൽപ്പനകളെ, പ്രമാണങ്ങളെ അനുസരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ദൈവത്തിൻ്റെ മക്കളെന്നും ദൈവത്തിൻ്റെ കൽപ്പനകൾക്കും ചട്ടങ്ങൾക്കും വിധികൾക്കും പ്രമാണങ്ങൾക്കും അനുസരണം കാണിക്കുന്നവരാകണം. അപ്പോഴാണ് അവർ അനുഗ്രഹിക്കപ്പെടുന്നത്, സമൃദ്ധിയിലേക്ക് നയിക്കപ്പെടുന്നത്. മറുവശത്ത് ദൈവകൽപ്പനകളെ തള്ളിക്കളഞ്ഞാൽ, മത്സരിച്ചാൽ നിങ്ങൾ ശപിക്കപ്പെട്ടവരാകും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അധ്വാനവും ദൈവം മാനിക്കില്ല, അധ്വാനവും ഫലം കായ്ക്കില്ല എന്നത് വ്യക്തമായി ശാപത്തെക്കുറിച്ച് അനവധി കാര്യങ്ങൾ പറയുകയുണ്ടായി. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ദൈവം ഭരിക്കുന്ന ഒരു ജനമായിരുന്നവർക്ക് പിന്നീട് ചുറ്റുപാടുള്ള ജാതികളുടെ രാജാക്കന്മാരെ പോലെ രാജാക്കന്മാരെ ആഗ്രഹമുണ്ടായി. ദൈവം അതിൻ്റെ ഭവിഷ്യത്തുകൾ പറഞ്ഞുവെങ്കിലും അവർ രാജാക്കന്മാരെ ആഗ്രഹിച്ചതുകൊണ്ട് ദൈവം അവർക്കത് കൊടുത്തു. ആദ്യ രാജാവായ ശൗല്, പിന്നീട് വന്ന ദാവീദ്, പിന്നീട് വന്ന ശലോമോൻ. ശൗലിൻ്റെയും ദാവീദിൻ്റെ ഭരണകാലത്ത് ഇസ്രായേൽ ജനങ്ങൾ ഒരു രാജ്യമായിരുന്നു, വിഭജിക്കപ്പെടാത്ത ഒറ്റ രാജ്യമായിരുന്നു. 12 ഗോത്രങ്ങൾ അടങ്ങുന്നതാണ് ഇസ്രായേൽ. പക്ഷേ ദാവീദിൻ്റെ കാലശേഷം ശലോമോൻ്റെ ഭരണം തുടങ്ങുമ്പോൾ ഈ 12 ഗോത്രങ്ങൾ 2ആയി വിഭജിക്കപ്പെടും. 10 ഗോത്രങ്ങൾ ഇസ്രായേലെന്നും 2 ഗോത്രങ്ങൾ യഹൂദയാണ്. ഈ 10 ഗോത്രങ്ങൾ അസീറിയ എന്ന സ്ഥലത്തേക്ക് ദൈവം മുൻകൂട്ടി പറഞ്ഞ പോലെ, അനുഗ്രഹത്തിൻ്റെ ശാപത്തിൻ്റെ കൽപ്പനകൾ മുൻകൂട്ടി പറഞ്ഞതുപോലെ ദൈവത്തോട് വിശ്വസ്തരാകാത്തത് കൊണ്ടും ബിംബാരാധന, വിഗ്രഹാരാധനയിൽ മുഴുകിയത് കൊണ്ടും ദൈവത്തെ മറന്നുപോയത് കൊണ്ടും അവരെ ദൈവം പ്രവാസികളായി, അടിമകളാക്കി അസീറിയ എന്ന രാജ്യത്തിലേക്ക് പോകാൻ അനുവദിക്കും. അവിടെ നിന്ന് പിന്നെ തിരിച്ചു വരവില്ല. പക്ഷേ ഈ 2 ഗോത്രങ്ങളായ യഹൂദ, ബെന്യാമിൻ ഗോത്രം ബാബിലോണിലെ അടിമത്തത്തിലേക്കാണ് പോയത്. അവരും അടിമത്തത്തിലേക്ക് പോകും. അവിടെയും ദൈവം പ്രവാചകന്മാരെ അയക്കും. 2ഇടത്തും ദൈവം പ്രവാചകന്മാരെ അയക്കും. അവർ വിശ്വസ്തരായി ദൈവമക്കളായി വചനത്തെ, കൽപ്പനകളെ, പ്രമാണങ്ങളെ, ചട്ടങ്ങളെ അനുസരിച്ച് നിൽക്കുവാൻ സഹായിക്കേണ്ടത്. പക്ഷേ ഇസ്രായേലിലുള്ള രാജാക്കന്മാർ മുഴുവനും ദുഷ്ടന്മാരായിരുന്നു, മിക്കവാറും എല്ലാവരും. യഹൂദയുടെ ദേശത്ത് ദൈവം പല പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരുടെ സ്വാധീനത്താലും ദൈവവചനത്തിൻ്റെ ശക്തിയാലും ദാനിയേലിൻ്റെ ശുശ്രൂഷയാലും മറ്റും അവിടെ നിന്നൊരു ജനം തിരിച്ചു വരാനായിട്ട് ഇടവരും. 70 വർഷമാണ് ബാബിലോണിലുള്ള യഹൂദയുടെ പ്രവാസം. അത് യെരമ്യാ പ്രവചൻ കൃത്യമായി പറഞ്ഞു. ഈ 70 വർഷമാണ് ബാബിലോണും ലോകത്തിൽ പരമാധികാരത്തിൽ നിന്നത്. അതിനുശേഷം മീദോ പേർഷ്യൻ സാമ്രാജ്യത്താൽ ബാബിലോണും തകർക്കപ്പെടും. അങ്ങനെ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ഇസ്രായേൽ ജനങ്ങളെ ദൈവം തിരിച്ചു കൊണ്ടുവരും. ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, മോശയിലൂടെ പറഞ്ഞതുപോലെ തന്നെ അവർ തിരിച്ചു വരും. ദൈവം അവർക്ക് ദേശം കൊടുക്കും. ഈ തിരിച്ചു വന്ന ശേഷിപ്പ് എന്ന വാക്ക് അവിടെയാണ് നമ്മൾ കാണുന്നത്. തിരിച്ചു വരുന്ന ജനം. ആ ശേഷിപ്പ് തിരിച്ചു വരുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് വചനത്തിൽ പ്രവചിച്ചിരുന്നു. അതേപോലെ തന്നെ തിരിച്ചു വരും. അതിനെക്കുറിച്ച് യെസ്ര വളരെ വ്യക്തമായി പറഞ്ഞതായിട്ട് നമ്മൾ കണ്ടു. അപ്പം ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകിയ വാഗ്ദാനമാണ്, നിങ്ങളായിരിക്കുന്ന അടിമത്തം, പ്രവാസത്തിൽ നിന്ന് നിങ്ങൾ മടങ്ങി വരുമെന്നുള്ളത്. മുഴുവൻ മടങ്ങി വരില്ല, ഒരു ചെറിയ ശേഷിപ്പ് മാത്രം. ചിലർ അവരായിരിക്കുന്ന അടിമത്തമുണ്ടെങ്കിൽ പോലും അവിടെ സ്വസ്ഥമായിട്ട് അവിടെ കുടിയിരിക്കുകയാണ്, തിരിച്ചു വരാൻ തോന്നുന്നില്ല.
ദൈവമക്കൾക്ക് മാത്രമാണ് ദൈവത്തിൻ്റെ സംവിധാനത്തിലേക്കും പദ്ധതിയിലേക്കും അവരുടെ ജീവിതം മടക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ടാകുന്നത്. മറ്റുള്ളവർ എവിടെയെങ്കിലും ചെന്നാൽ അവിടെ തന്നെ കുടിയേറും. ഇപ്പോൾ വിദേശ രാജ്യങ്ങൾ ജോലിക്ക് പോകുന്നു, സ്വന്തം വീട്ടിൽ മാതാപിതാക്കൾ വാർദ്ധക്യത്തിലായി ഉള്ളവരാണെങ്കിൽ പോലും അവരെ കൈവിട്ട് കളയും. എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ സഭയിലുള്ളവരാകാം, അവർ കർത്താവിൻ്റെ സഭയുടെ കാര്യം എന്നെ ശ്രദ്ധിക്കില്ല എന്ന് പറയുന്ന പോലെ ഇവിടെ ഇന്ന് കുറേ പേര്, അത് ഇസ്രായേലിലാകട്ടെ, ഇസ്രായേൽ മിക്ക എല്ലാവരും, യഹൂദയിലാകട്ടെ ഭൂരിപക്ഷവും അവിടെ തന്നെ താമസിച്ചു. തിരിച്ചു വരാൻ അവർക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു ചെറിയ ശേഷിപ്പ്, ഇതൊക്കെ ദൈവ പദ്ധതിയാണ്. ഒരു ചെറിയ ശേഷിപ്പ് മാത്രം മടങ്ങി വരും. ആ മടങ്ങി വരുന്നതിനെക്കുറിച്ച് ദൈവം പ്രവചിച്ചു. 70 വർഷമാണ് അവരവിടെ താമസിക്കേണ്ട കാലം. അതിനുശേഷം ദൈവം തന്നെ മടക്കി വരുന്നു. അത് ഇസ്രാ വ്യക്തമായി തന്നെ കാണിച്ചു തന്നു. ഇസ്രയുടെ പുസ്തകത്തിൽ നമ്മൾ കണ്ടു. ഇസ്ര ആദ്യത്തെ കൂട്ടത്തിൻ്റെ കൂടെ വരുന്നില്ല. പിന്നീടാണ് ഇസ്ര വരുന്നത്. ഇസ്ര വരുന്നത് 458 BC-യിലാണ്. ഇസ്ര രണ്ടാമത്തെ കൂട്ടത്തിൻ്റെ കൂടെയാണ് വരുന്നത്. പക്ഷെ ഇവിടെ വരുമ്പോഴുള്ള അവസ്ഥ എന്താണ്? ഇവിടെ വന്നിട്ടും അവർ അവരുടെ വിശുദ്ധ ജീവിതം, അവരുടെ വിശുദ്ധ സന്തതിയെ നിലനിർത്തുന്നില്ല. അന്യജാതിക്കാരെ വിവാഹം കഴിച്ചും ചുറ്റുപാടുള്ള രാജ്യങ്ങളുടെ മറ്റ് ആചാരാനുഷ്ഠാനങ്ങൾക്ക് വീണ്ടും തലവെച്ച് കൊടുത്തും അവരുടെ വിശുദ്ധ സന്തതിയെ നഷ്ടപ്പെടുത്തി കളയുന്നതായിട്ട് എസ്രയുടെ പുസ്തകത്തിൽ കാണും. വളരെയധികം ശുദ്ധീകരണ പ്രവർത്തനങ്ങളാണ് എസ്ര നടത്തുന്നത്. എസ്രയുടെ പുസ്തകം 9-ാമത്തെ മുഴുവൻ നമുക്ക് അതിനെക്കുറിച്ച് കാണാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ പറയുമ്പോൾ ഇതാണ് മനസ്സിലാക്കുന്നത്, ഒരു മടങ്ങി വരവ്, ഒരു ശേഷിപ്പിൻ്റെ മടങ്ങി വരവിനെക്കുറിച്ച് യഹൂദയിൽ നിന്ന് ദൈവം വാഗ്ദാനം ചെയ്ത പോലെ സംഭവിച്ചതായിട്ട് ഇവിടെ കാണാം. മോശ വ്യക്തമായിട്ട് ആവർത്തനം 30 അതിനെക്കുറിച്ച് പറഞ്ഞു, മടങ്ങി വരുമെന്ന്. യെശയ്യാവ് പറഞ്ഞു ഒരു ശേഷിപ്പ് മടങ്ങി വരുമെന്ന്. ജെറമ്യാവ് പറഞ്ഞു 70 വർഷമായിരിക്കും അവിടെ നിങ്ങൾ കിടക്കാൻ പോകുന്നത്, അതിനുശേഷം മടങ്ങി വരുമെന്ന്. പക്ഷേ എസ്ര കൃത്യമായിട്ട് മടങ്ങി വന്നതിനെക്കുറിച്ച് പറയും. അതോടൊപ്പം നെഹമ്യാവും ഈ ശേഷിപ്പ് മടങ്ങി വന്നതിനെക്കുറിച്ച് പറയും. നെഹമ്യാവ് പേർഷ്യയിൽ രാജാവിൻ്റെ പാനപാത്രവാഹകനായി നിൽക്കുന്ന സമയം. ആ സമയത്ത് എന്ത് സംഭവിച്ചു? അപ്പോൾ അവിടെ യെരുശലേമിൽ നിന്ന്, യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാർ നെഹമ്യാവിൻ്റെ അടുക്കൽ വന്നു. 2-ാം വാക്യം നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. ദൈവമക്കൾ എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ആരായി? ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ സഭ, ദൈവത്തിൻ്റെ ആലയം ഇതിനെക്കുറിച്ചാണ് നെഹമ്യാവിൻ്റെ കരുതൽ. അപ്പോൾ ഈ പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന, തെറ്റി ഒഴിഞ്ഞു വന്ന യഹൂദന്മാരോട് യെരുശലേമിനെക്കുറിച്ച് ചോദിച്ചു, യഹൂദന്മാരെക്കുറിച്ച് ചോദിച്ചു. 3-ാം വാക്യം 1-ാം അധ്യായം. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ്, ആ വാക്ക് ശ്രദ്ധിക്കുക, ശേഷിപ്പ്, അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു. കുറേ നാൾ ദുഃഖിച്ച് ഉപവസിച്ചും കൊണ്ട് സ്വർഗ്ഗ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞു എന്തെന്നാണ്. അപ്പം നെഹമ്യാവ് മറ്റു രാജ്യത്ത് രാജാവിൻ്റെ പാനപാത്രവാഹകനായി നിൽക്കുമ്പോഴും താൻ ഒരു ദൈവ പൈതലാണ്, താൻ യഹൂദനാണ്. യഹൂദന്മാർക്ക് വന്നിരിക്കുന്ന ഈ അപമാനം, കഷ്ടത്തെ ഓർത്തപ്പോൾ തനിക്ക് വേദനയാണ്. താൻ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതാണ് 3-ാം വാക്യം നമ്മൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഈ ഒരു വാർത്ത വല്ലാത്തൊരു പ്രയാസം വരുത്തി. തുടർന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുമ്പോൾ 8 മുതൽ 9, 8, 9, 10 വാക്യങ്ങൾ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം. ആ വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഇവിടെ ദൈവത്തോട് നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദൈവത്തോട് അതൊക്കെ പറയുകയാണ്. നിങ്ങൾ ദ്രോഹം ചെയ്താൽ ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് കളയും. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിച്ച്, ദൈവം പണ്ട് മോശയിലൂടെ പറഞ്ഞ അതേ കാര്യങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ നിങ്ങൾ എങ്കിലേക്ക് തിരിഞ്ഞ് എൻ്റെ കൽപ്പനകളെ പ്രമാണിച്ചവയെ അനുസരിച്ച് നടന്നാൽ നിങ്ങളുടെ പൃഷ്ടന്മാർ ആകാശത്തിലെ അറുതി വരെയും എത്തിയിരുന്നാലും ഞാൻ അവിടെ നിന്ന് അവരെ ശേഖരിച്ച് എൻ്റെ നാമം സ്ഥാപിപ്പാൻ ഞാൻ തിരഞ്ഞെടുത്ത സ്ഥലത്ത് കൊണ്ടുവരുന്ന ഒരു ദാസനായ മോശയോട് നീ അരുളി ചെയ്ത വചനം ഓർക്കണമേ. ആവർത്തന പുസ്തകം 30-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 10 വാക്യങ്ങളിൽ മോശ പറഞ്ഞ കാര്യമാണിത്. നെഹമ്യാവ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം വിശ്വസ്തനാണ്. ദൈവവചനത്തെ മറന്നു കളയുന്നില്ല. ദൈവമക്കൾ എപ്പോഴും പ്രാർത്ഥിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതിൻ്റെ ആവശ്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഓർക്കണമേ, അവർ നിൻ്റെ മഹാശക്തി കൊണ്ട്, 10-ാം വാക്യം, അവർ നിൻ്റെ മഹാശക്തി കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീ വീണ്ടെടുത്ത് നിൻ്റെ ദാസന്മാരും നിൻ്റെ ജനവുമല്ലോ. അപ്പോൾ ദൈവമേ, അവർ നിൻ്റെ ജനമാണ്. ഒരു പ്രവാസത്തിൽ തിരിച്ചു വന്നിട്ട് അവിടെ മതിലുകളൊക്കെ തകർന്നും അപമാനത്തിലും ഇരിക്കുന്നു, മഹാകഷ്ടത്തിലിരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞു, വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന വിഷയം അവിടെ ദൈവസന്നിധിയിൽ ഓർമ്മിപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ആവർത്തനം 30-ൽ മോശ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇവിടെ യെരമ്യാവിൻ്റെ പ്രാർത്ഥനയിൽ പരാമർശിക്കുന്ന കാര്യം. അപ്പോൾ ദൈവം പറഞ്ഞു, പ്രവാസത്തിൽ നിങ്ങളായാലും നിങ്ങൾ ദൈവകൽപ്പന അനുസരിക്കാൻ മനസ്സ് വെച്ചാൽ ഞാൻ നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെ തിരിച്ചു വന്നൊരു ശേഷിപ്പ്.
അവരുടെ വീണ്ടെടുപ്പിനെ അവരെക്കുറിച്ചാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് നെഹമ്യാവ്. അപ്പോൾ യഹൂദന്മാർ മടങ്ങി വന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇവിടെ ഒരു ശേഷിപ്പ് തിരിച്ചു വന്നിരിക്കുന്നു. അത് വളരെ കൃത്യമായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ പിതാക്കന്മാരുടെ ദേശത്ത് ഇവരെ മടക്കി വരുത്തിയിരിക്കുന്നു. അപ്പം ദൈവം തൻ്റെ വാഗ്ദാനം നിറവേറ്റി. ഇന്നും യഹൂദന്മാർ അവർക്കിനി പാലസ്തീൻ നാട് ഇനിയും ദൈവം കൊടുക്കാനിരിക്കുന്നു എന്നത് കരുതുന്നത് തെറ്റാണ്. ഫലപ്രകാരം ഒരു സാധ്യതയുമില്ല. അങ്ങനെ ഒരു സംഭവമേ ഇനി ഭൂമിയിൽ സംഭവിക്കില്ല. അവരെ ദൈവം തിരിച്ചു വരുത്തി. പ്രവാസത്തിൽ കടന്ന ദൈവജനത്തെ അവർ മടങ്ങി വരാൻ ആഗ്രഹിച്ചവരെ 70 വർഷത്തിൻ്റെ കഷ്ടതയ്ക്ക് ശേഷം തിരിച്ചു വരുത്തിയ അവസ്ഥയെക്കുറിച്ചാണ് നെഹമ്യാ ഇവിടെ പറയുന്നത്. ഇനി അവർക്ക് മറ്റൊരു വാഗ്ദാനം അവശേഷിക്കുന്നില്ല. ഇത് ഹഗായി പ്രവാചകനും പറയും. എസ്ര മാത്രമല്ല, നെഹമ്യാ മാത്രമല്ല, ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുമ്പോഴും നമുക്ക് ഈ കാര്യം കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രവാചകന്മാർ വളരെ വ്യക്തമായിട്ട് ഈ വിഷയങ്ങൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ നമുക്ക് കാണാൻ സാധിക്കും. ഹഗായി പ്രവാചകന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ ദൈവമക്കളെ സംബന്ധിച്ചവർ തിരിച്ചു മടങ്ങി വരികയാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്നവർ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ പണിയിൽ വ്യാപരിച്ചു. കാരണം ഇവിടെ രണ്ട് ദിനവൃത്താന്തം 36 അധ്യായത്തിൽ നെബൂഖദ്നേസർ രാജാവ് വരുത്തിയ നാശം നമുക്ക് കാണാം. 2 ദിനവൃത്താന്തം 36 അധ്യായത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കുന്നത്. അവിടെ അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നെബൂഖദ്നേസർ രാജാവ് യെരൂശലേമിനെ ആക്രമിക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്തത്? അതുകൊണ്ട് അവൻ കൽദയുടെ രാജാവിനെ അവരുടെ നേരെ വരുത്തി. ദൈവമാണ് ഇത് വരുത്തിയത്. അവരുടെ നേരെ വരുത്തി. അവൻ അവരുടെ യൗവനക്കാരെ അവരുടെ വിശുദ്ധ മന്ദിരമായ ആലയത്തിൽ വെച്ച് വാൾ കൊണ്ട് കൊന്നു. അവർ യൗവനക്കാരനെയോ കന്യകയോ വൃദ്ധനെയോ കിഴവരെയോ ആദരിക്കാതെ അവരെയൊക്കെയും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. ദൈവം തൻ്റെ ജനങ്ങൾ വിഗ്രഹാരാധനയിലേക്ക് ദൈവത്തെ തള്ളിക്കളയാനും മറുതലിക്കാനും ശ്രമിച്ചപ്പോൾ ദൈവം ഒരു ദാക്ഷിണ്യവും കാണിച്ചില്ല ദൈവത്തിൻ്റെ മക്കളോട്. എല്ലാ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അവരെ കൊന്നൊടുക്കാനായിട്ട് നെബൂഖദ്നേസർ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദേവാലയത്തിൽ ചെറിയതും വലുതുമായ ഉപകരണങ്ങളൊക്കെയും യഹോവയുടെ ആലയത്തിലെ ഭണ്ഡാരവും രാജാവിൻ്റെ അവൻ്റെ പ്രഭുക്കന്മാരുടെ ആ ഭണ്ഡാരങ്ങളെല്ലാം അവൻ ബാബിലോണിലേക്ക് കൊണ്ടുപോയി. അവൻ ദേവാലയം ചുട്ടു, യെരൂശലേമിൻ്റെ മതിലിടിച്ചു, അതിൻ്റെ അരമനകളെല്ലാം തീക്കിരയാക്കി, അതിൻ്റെ മനോഹര സാധനങ്ങളൊക്കെ നശിപ്പിച്ചു കളഞ്ഞു. വാളിനെ വീഴാതെ ശേഷിച്ചവരെ അവൻ ബാബലിലേക്ക് കൊണ്ടുപോയി. പാർസി രാജ്യത്തിന് ആധിപത്യം സ്ഥിതിക്കും വരെ അവർ അവിടെ അവനും അവൻ്റെ പുത്രന്മാർക്കും അടിമകളായിരുന്നു. യിരെമ്യാ മുഖാന്തരം ഉണ്ടായ യഹോവയുടെ വചനം നിവൃത്തിയാകേണ്ടതിന് ദേശം സബത്തുകളെ അനുഭവിച്ച് കഴിയുവോളം തന്നെ 70 സംവത്സരം തികയോളം അത് ശൂന്യമായി കിടന്ന കാലമൊക്കെ സബത്ത് അനുഭവിച്ചു. 70 വർഷം ബാബിലോൺ പട്ടണത്തിൽ ദൈവമക്കൾ പോയി അടിമകളായി ജീവിച്ചു. ഇവിടെ നാട്, ദേശം, മന്ദിരം, മതിൽ എല്ലാം പൊളിച്ചു കളഞ്ഞു. ഇവിടെ ബന്ധുക്കളെ പലരെയും വെട്ടിക്കൊന്നു രാജാവ്. ദൈവത്തിൻ്റെ ജനത്തോട് ദൈവം ചെയ്തതാണിത്. ഇന്ന് പലരും നിസ്സാരമായിട്ടാണ് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഇടപെടുന്നത്. ഒന്നും ദൈവം ചെയ്യില്ല എന്നൊരു ധാരണയാണ്. ദൈവം സമയം വരെ കാത്തിരിക്കും. നെബൂഖദ്നേസർ രാജാവിൻ്റെ കയ്യിൽ ദൈവം തൻ്റെ ജനത്തെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ ദൈവത്തിൻ്റെ മനസ്സ്? താൻ ഇത്രത്തോളം അവരെ കരുതി പോറ്റി പുലർത്തി വഴി നടത്തി എല്ലാം ചെയ്തിട്ടും അവർ ദൈവത്തിൻ്റെ വചനത്തെ വിരോധമായി വിഗ്രഹാരാധനയിലേക്ക് പോകുമ്പോൾ ദൈവം ഇടപെട്ടതായ രീതി ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെ എസ്രായുടെ നേതൃത്വത്തിൽ നമ്മൾ കണ്ടു അവർ മടങ്ങി വരികയാണ്. ഒരു വലിയ ജനമാണ് മടങ്ങി വന്നത്. പക്ഷെ മടങ്ങി വന്ന ദേവാലയത്തിൻ്റെ പണി തുടങ്ങിയെങ്കിലും ഇടയ്ക്ക് നിർത്തി 16 വർഷം ഒരു പണി മുടക്കി, പണിയാതിരുന്നു. കാരണം പല നിരാശപ്പെടുത്തുന്ന പല കാര്യങ്ങളുണ്ടായി. ചുറ്റുപാടുമുള്ള പലരും അവരെ നിരാശപ്പെടുത്തി, നിരുത്സാഹപ്പെടുത്തി. കുറുക്കം ചാടിയാൽ വീണുപോകുന്ന മതിലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. ഇവിടെ 16 വർഷം പണി നടന്നില്ല. അവസാനം 520 BC-യിൽ ദൈവം അവരുടെ നടുവിൽ ചിലരെ എഴുന്നേൽപ്പിച്ച്. അതിൽ ഒരാളാണ് ഹഗായി. ഹഗായിയുടെ നേതൃത്വത്തിൽ ജനങ്ങളുടെ മനസ്സുണർത്തും. ഹഗായിയുടെ പുസ്തകം 1-ാം അധ്യായം 12 മുതൽ വായിച്ചു കേൾക്കാം. അങ്ങനെ സെയത്തീലിൻ്റെ മകനായ ചെരുബാബേലും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയും ജനത്തിൽ ശേഷിപ്പുള്ള ഏവരുമായി തങ്ങളുടെ ദൈവമായ യഹോവയുടെ വാക്കും തങ്ങളുടെ ദൈവമായ യഹോവയുടെ നിയോഗത്തിനൊത്തവണ്ണം ഹഗായി പ്രവാചകന്റെ വചനങ്ങളും കേട്ടനുസരിച്ചു. ജനം യഹോവയെ ഭയപ്പെടുകയും ചെയ്തു. അപ്പോൾ യഹോവയുടെ ദൂതനായ ഹഗായി യഹോവയുടെ ദൂതായ ജനത്തോട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാടെന്ന് പറഞ്ഞു. യഹൂദ ദേശാധിപതിയായ സെയൽത്തീലിൻ്റെ മകനായ സെരുബ്ബാബേലിൻ്റെ മനസ്സും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയുടെ മനസ്സും ജനത്തെ ശേഷിപ്പുള്ള ഏവരുടെയും മനസ്സ് ഉണർത്തി. അവർ വന്ന് തങ്ങളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ ആലയത്തിങ്കൽ വേല ചെയ്തു. ദാരിയോവാസ് രാജാവിൻ്റെ 2-ാം ആണ്ട് 6-ാം മാസം 24-ാം തീയതി. ഇപ്പോൾ ഹഗായി പ്രവാചകൻ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് മടങ്ങി വരുമ്പോഴാണ് ഇതിൻ്റെ പണികൾ നടന്നത്. ഇതിൻ്റെ ദൂത് ദൈവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ ആരംഭിച്ച പണി പൂർത്തിയാക്കും, മറ്റുള്ളവരെ നോക്കാതെ. മറ്റുള്ളവർ നിങ്ങളെ നിരാശപ്പെടുന്ന പലതും ചുറ്റുമെന്ന് പറയും.
അതൊന്നും ശ്രദ്ധിക്കാതെ നിങ്ങളെ ഏൽപ്പിച്ച പണി പൂർത്തിയാക്കുക. അങ്ങനെ ഹഗായുടെ നേതൃത്വത്തിൽ, അവിടെ പറയുന്ന മറ്റ് ദൈവദാസന്മാരുടെ നേതൃത്വത്തിൽ ജനങ്ങൾ വീണ്ടും ഇതിൻ്റെ ദൂത് കേട്ടു, ഇതിൻ്റെ വചനം കേട്ടു, പ്രവാചകങ്ങൾ വിശ്വസിച്ചു, അവർ വീണ്ടും വന്ന് പണി ചെയ്തു. അങ്ങനെ പണി പൂർത്തിയാക്കി. ഇവിടെ നമ്മൾ കാണേണ്ട കാര്യം, ഒരു ശേഷിപ്പ് മടങ്ങി വന്ന് പണി ആരംഭിച്ചപ്പോഴാണ് തളർന്നു പോയത്. അവരെയാണ് വീണ്ടും ഹഗായുടെ നേതൃത്വത്തിൽ അവരെ ഉണർത്തിയത്. 2-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിലും നമുക്ക് കാണാം, നീ യഹൂദ ദേശാധിപതിയായ സെയൽത്തിയലിൻ്റെ മകനായ സെരുബാബേലിനോടും മഹാപുരോഹിതനായ യഹോസാദാക്കിൻ്റെ മകനായ യോശുവയോടും ഇതിൽ ശേഷിപ്പുള്ളവരോടും പറയുന്നുണ്ട്. പഴയ കാലത്തെ മോശയുടെ ദാസനായ യോശുവ അല്ല, ഇത് മറ്റൊരു യോശുവയാണ്. നിങ്ങളുടെ ആലയത്തെ അതിൻ്റെ ആദ്യ മഹത്വത്തോടെ കണ്ടവരെ ആർ ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഏതുമില്ലാത്തതുപോലെ തോന്നുന്നില്ലേ? ഇപ്പോൾ ദേവാലയ പണി അവർ പുനഃസ്ഥാപിച്ച് അവർ മടങ്ങി വന്നതിൻ്റെ മറ്റു തെളിവാണ് ഇവിടെ. ഇപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിന് മടങ്ങി വരാനുള്ള അവസരം കൊടുത്തു. പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. അവർക്ക് ദൈവം കൊടുത്ത വാഗ്ദാനങ്ങളെല്ലാം നിവൃത്തിയായി. പ്രവാസത്തിലേക്ക് പോയ അസീറിയയിലേക്ക് 10 ഗോത്രം, 2 ഗോത്രം ബാബിലിലേക്ക് പോയി. ബാബിലോണിലേക്ക് പോയ ഗോത്രത്തെക്കുറിച്ച് പറഞ്ഞു, നിങ്ങൾ 70 വർഷം കഴിയുമ്പോൾ നിങ്ങൾ മടങ്ങി വന്നു. അത് എസ്രാ പറയുന്നു, നെഹമ്യാവ് പറയുന്നു, ഹഗ്ഗായി പറയുന്നു. മടങ്ങി വന്നു, പണി നടക്കുന്നു. 16 വർഷം മുടങ്ങിയ പണി വീണ്ടും പുനരാരംഭിക്കുന്നു. ഇന്ന് ലോകത്തിൽ പലരും ചിന്തിക്കുന്നു പോലെ യഹൂദന്മാർക്ക് പാലസ്തീൻ നാട് വീണ്ടും നൽകുമെന്നൊരു വാഗ്ദാനം ഇനിയില്ല, ഇനിയൊരു അവശേഷിക്കില്ല. അതിനുവേണ്ടി യുദ്ധം ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. ദൈവം അവർക്ക് കൊടുക്കാവുന്ന ദേശം ദൈവർക്ക് കൊടുത്തു. ആദ്യം കൊടുത്തു, അടങ്ങി നിന്നില്ല. അത് അവർ സ്വന്തമാക്കി അനുഭവിച്ചു. പക്ഷേ വിഗ്രഹാരിലേക്ക് അവർ തിരിച്ചു പോയപ്പോൾ ദൈവരെ ചിതറിച്ചു കളഞ്ഞ ദേശത്ത് അവർ മടക്കി വരുത്തി. അവരുടെ ദേവാലയം പണിതു, അവരവിടെ മതിലും പണിതു, അവിടെ നിൽക്കുകയാണ്. മോശയിലൂടെ പണ്ട് ആവർത്തനം 30 പറഞ്ഞതുപോലെ. അപ്പം നെഹമ്യാവും ഹഗ്ഗായും ഒക്കെ ഇത് വ്യക്തമായി കാണുന്നു. ഇന്ന് യഹൂദന്മാർക്ക് ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. അവിടെ പുനഃസ്ഥാപനത്തിനെ കുറിച്ചുള്ള എല്ലാ പ്രവചനങ്ങളും നിവൃത്തിയായി കഴിഞ്ഞു. ദേശത്തെക്കുറിച്ച് പറഞ്ഞത്, ദൈവം ജാതിയാക്കുമെന്ന് അബ്രഹാമിനോട് പറഞ്ഞത് എല്ലാം നിവർത്തിച്ചു. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. ഇപ്പോൾ ദൈവം അബ്രഹാമിനോട് നൽകിയ വാഗ്ദാനം, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നീ സഞ്ചരിക്കുന്ന ദേശം നിനക്ക് തരും, അത് പൂർണ്ണമായി നിറവേറിയെന്ന് മാത്രമല്ല, ബാബിലോൺ പ്രവാസത്തിൽ കിടക്കുന്നവർ മടങ്ങി വന്നാൽ നിങ്ങളെ വീണ്ടും ഞാൻ ഇവിടെ സ്ഥിരവാസമാക്കും എന്ന് പറഞ്ഞ പ്രവചനവും നിവൃത്തിയായി. അതെല്ലാം പൂർത്തിയായി. ഇനി ഒന്നും അവശേഷിക്കുന്നില്ല. യഹൂദന് ഇനി അവശേഷിക്കുന്നത് അവൻ ലോകരക്ഷകനായ കർത്താവ് യേശുവിനെ മശിഹായി സ്വീകരിച്ചാൽ, പാപമോചനത്തിനായി ക്രിസ്തുവിനെ സ്വീകരിച്ച വചനമനുസരിച്ച് ശാനം സ്വീകരിച്ചാൽ അവർക്ക് പ്രതീക്ഷയുണ്ട്. അല്ലാതെ ഒരു പ്രതീക്ഷയും യഹൂദനില്ല. ഇവർ യാതൊരു പ്രതീക്ഷയുമില്ല. ദൈവനം കൃത്യമായി, സത്യമായി, യഥാർത്ഥമായി പഠിക്കുക. ഇതോടൊപ്പം പഠിക്കുമ്പോൾ അത് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് യഹൂദന് എന്തോ പ്രത്യേകത നൽകിക്കൊണ്ട് യഹൂദന്മാരോടുള്ള ദൈവത്തിൻ്റെ കൽപ്പന ഇനി അവശേഷിക്കുന്നുണ്ടെന്നുള്ള ധാരണ, തെറ്റായ ധാരണ ലോകത്തിൽ പരന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവമക്കളെങ്കിൽ ഇത് കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഇനി അവശേഷിക്കുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ പഠനത്തിൽ. അബ്രഹാമിനോടുള്ള ദൈവത്തിൻ്റെ വാഗ്ദാനത്തിൽ അവശേഷിക്കുന്ന ഒരു കാര്യം, ആത്മീക സന്തതിയെക്കുറിച്ച്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടും എന്ന ആ വാഗ്ദാനം അവശേഷിക്കുന്നു. അതിനെക്കുറിച്ച് കൽപ്പനരെ ചിന്തിക്കാൻ ബാക്കി അടുത്ത പ്രാവശ്യം തുടരാം. അപ്പോൾ ആത്മീക സന്തതി, സ്പിരിച്വൽ സീഡ് പ്രോമിസ്. ഭൗതികമായിട്ടുള്ള വാഗ്ദാനങ്ങളൊക്കെ നിവൃത്തിയായി. അബ്രഹാമിനെ ദൈവം ഒരു വലിയ ജാതിയാക്കി. അവർ സഞ്ചരിച്ച ദേശം അവർക്ക് കൊടുത്തു. അവരതിൽ അടങ്ങി പാർത്തില്ല. അത് അവരുടെ കുഴപ്പം, ദൈവത്തിൻ്റെ കുഴപ്പമല്ല. ദൈവം അവർക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നിവൃത്തിയായി. യോശുവ കൃത്യമായിട്ട് പറഞ്ഞു. ബൈബിളിൽ അനേക പ്രവാചകന്മാർ സാക്ഷീകരിച്ചു. ദൈവം കൊടുക്കാവുന്ന ഒരു ദേശം അവർക്ക് കൊടുത്തു. പക്ഷെ ഈ മഹാജാതിയാക്കാമെന്നും ദേശം കൊടുക്കാമെന്നൊക്കെ പറയുന്ന വാഗ്ദാനങ്ങൾ മറ്റൊന്നിലേക്ക് നടത്താൻ വേണ്ടിയാണ്, മറ്റൊന്നിൻ്റെ സംഭവിപ്പിക്കാൻ, നിവൃത്തിയാക്കാൻ വേണ്ടിയാണ്. അതെന്താണ്? മശിഹായുടെ ആഗമനം. മശിഹയുടെ ആഗമനം. അബ്രഹാമിനോട് പറഞ്ഞാൽ നിന്റെ സന്തതിയുടെ ആഗമനം. ആ സന്തതിയുടെ വരവിന് വേണ്ടിയാണ് ബാക്കിയെല്ലാം ക്രമീകരിക്കപ്പെട്ടത്. അതാണ് പ്രധാന വിഷയം, ആത്മീക സന്തതി. അപ്പം ഏതും തോട്ടം മുതൽ അബ്രഹാം വരെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ഒരു കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ലോകത്തിൽ പലരും ഇങ്ങനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാറില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് കാണാം, ഏതും തോട്ടത്തിൽ സംഭവിച്ചത്. ഏതും തോട്ടത്തിൽ ആദ്യം അവർക്ക് ദൈവം അവിടെ താമസിക്കാൻ അവസരം കൊടുത്ത് ആദാമും ഹവ്വയും അവിടുന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് അവിടെ സംഭവിച്ച കാര്യം എന്താണ് അത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലേക്ക് മടങ്ങി വരണം. ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ 15-ാം വാക്യത്തിൽ ആദ്യമായിട്ട് മശിഹായെക്കുറിച്ചുള്ള പ്രവചനം ആരംഭിക്കുന്നു. ഈ സന്തതിയെക്കുറിച്ചുള്ള വാഗ്ദാനം ആരംഭിക്കുന്ന ഉൽപ്പത്തി 3-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിലാണ്. വാസ്തവത്തിൽ ഈ വാഗ്ദാനം സംസാരിക്കുന്നത് പിശാചിനോട്, പാമ്പിൻ്റെ രൂപത്തിൽ നിൽക്കുന്ന പിശാചിനോടാണ് സംസാരിക്കുന്നത്. 3-ാം അധ്യായം 15-ാം വാക്യം ഉൽപ്പത്തി പുസ്തകം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവൻ്റെ കുതികാൽ തകർക്കും. ഇതാണ് ദൈവം സാത്താനോട് പറഞ്ഞത്. നീ സന്തോഷിക്കണ്ട,
മനുഷ്യരെ കുലത്തെ നിന്റെ കയ്യിൽ കിട്ടിയെന്ന് വിചാരിക്കണ്ട. ശരി, ഇവർ രണ്ടുപേരും നീ പിടിയിലാക്കി. പക്ഷേ ഇനിയൊരു യുദ്ധം തുടങ്ങുകയാണ്. ഞാൻ നിനക്കും സ്ത്രീക്ക്, അതായത് സ്ത്രീ എന്ന് ഉദ്ദേശിക്കുന്ന മനുഷ്യകുലത്തോട്, ഞാൻ നിനക്കും സ്ത്രീക്കും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും, മനുഷ്യന്റെ പരമ്പരയും സാത്താന്റെ സേനകളും, നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വമുണ്ടാകും. നിന്നെ എതിർക്കുവാൻ ഒരു ശക്തി ഭൂമിയിലുണ്ടാകും, ഒരു ജനമുണ്ടാകും. അവൻ, അതായത് സ്ത്രീയുടെ സന്തതിയായി വരാൻ പോകുന്ന വ്യക്തി, നിന്റെ ആധിപത്യത്തെ തകർത്ത് കളയും. ആധിപത്യത്തെ അതുവരെ അഴിച്ചുവിട്ടിരിക്കുന്ന ആണ്. നിന്റെ തലയെ തകർക്കും, നിന്റെ തല ആധിപത്യത്തെ തകർക്കും. പക്ഷെ ആ പ്രക്രിയയിൽ അവൻ മുറിവേൽക്കുകയും ചെയ്യും. അതാണ് 3:15 കണ്ടത്. അപ്പം ആദാമിൻ്റെയും തൻ്റെ ഭാര്യ ഹവ്വയുടെ മുമ്പിൽ വെച്ച് സാന്നിധ്യത്തിൽ തന്നെ ദൈവം വ്യക്തമായിട്ട് പറഞ്ഞു, സ്ത്രീയുടെ സന്തതിയായി കടന്നു വരുന്നവൻ പിശാചിൻ്റെ തല തകർക്കുമെന്ന്. ഉൽപ്പത്തി 2-ാമത്തെ കൃത്യമായിട്ട് വിവരങ്ങൾ കാണാൻ സാധിക്കും. അത് കർത്താവ് യേശുവിനെ കുറിച്ചാണ്. കർത്താവ് യേശു ക്രിസ്തുവാണ് സ്ത്രീയുടെ സന്തതി. അത് ഗലാത്യലേഖനം 3-ാമത്തെ കൃത്യമായി ദൈവാത്മാവ് അവതരിപ്പിക്കും. ആ സന്തതിയാണ് അബ്രഹാമിനോട് പറഞ്ഞ സന്തതി, ഇസ്ഹാക്കിനോട് യാക്കോബിനോട് ഓർമ്മപ്പെടുത്ത സന്തതി, സീഡ്, വിത്ത്. ദൈവം ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന തൻ്റെ മശിഹ, തൻ്റെ രക്ഷകൻ. ആ രക്ഷകനിലൂടെയാണ് സാത്താൻ്റെ ആധിപത്യത്തെ തകർക്കാൻ പോകുന്നത്. രക്ഷാ പദ്ധതിയുടെ ആരംഭമാണിത്. ദൈവത്തിൻ്റെ വീണ്ടെടുപ്പ് പദ്ധതിയുടെ സൂചനയാണ്. ബൈബിൾ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നു, സാത്താനോട് സംസാരിക്കുമ്പോഴാണ് ഇത് പരാമർശിക്കപ്പെട്ടത്. ഈ വിഷയം, സ്ത്രീയുടെ സന്തതിയായി ഭൂമിയിലേക്ക് കടന്നു വരുന്ന രക്ഷകൻ മശിഹ, ആ മശിഹയുടെ ആഗമനത്തിന് വേണ്ടിയുള്ളതാണ് പഴയ പുസ്തകങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടത്. എപ്രകാരമാണ് ചരിത്രം, സംസ്കാരം, ജനങ്ങൾ, മനസ്സ്, ആത്മീയത ഒരുക്കപ്പെട്ടത് സ്ത്രീയുടെ സന്തതിയുടെ ആഗമനത്തിന് വേണ്ടി. ഒരു സുവർണ ചരട് പോലെ ആ വിഷയം ബൈബിളിലെ മുഴുവൻ പുസ്തകങ്ങളെയും മുറുക്കി കെട്ടുകയാണ്, ചേർത്ത് നിർത്തുകയാണ്. ഈ വിഷയത്തിൻ്റെ വിശകലനമാണ്, പൂർത്തീകരണമാണ് ബൈബിൾ, മനുഷ്യരെ വീണ്ടെടുക്കാനുള്ള ദൈവപദ്ധതി. അപ്പോൾ അത് ഏതും തോട്ടത്തിൽ വെച്ച് ഉൽപ്പത്തി 3:15 പറയുന്ന പോലെ വീണ്ടെടുപ്പ് ഒരു വാഗ്ദാനമായി വീണ്ടെടുപ്പിനെ കുറിച്ച് പറയും. അതിൻ്റെ അർത്ഥം വ്യക്തമായി കാണാം. ക്രിസ്തുവിലൂടെ വരാൻ പോകുന്ന വീണ്ടെടുപ്പ്, സാത്താൻ്റെ തലയെ തറക്കുന്ന ക്രിസ്തുവിൻ്റെ പദ്ധതി, മനുഷ്യർക്ക് വീണ്ടും നിത്യജീവൻ തിരികെ കൊടുക്കുവാൻ ദൈവം തൻ്റെ പുത്രനിലൂടെ, തൻ്റെ ഏകജാതനെ പുത്രൻ വിശ്വസിക്കുന്നവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കണം ദൈവത്തെ സ്നേഹിച്ചു. ഏതും തോട്ടത്തിൽ മനുഷ്യൻ നഷ്ടപ്പെട്ടു പോയ ആ നിത്യമായ ജീവൻ അത് മനുഷ്യൻ തിരിച്ചു കൊടുക്കുവാൻ ദൈവം തൻ്റെ പുത്രൻ്റെ രണ്ടാമാതമായ ഒടുക്കത്താതമായ ക്രിസ്തുവിലൂടെ അത് മനുഷ്യർക്ക് വാഗ്ദാനം ചെയ്യുകയാണ്. 21-ാം വാക്യം ഉൽപ്പത്തി 3, അതൊക്കെ വായിച്ച് അവസാനിപ്പിക്കാം. ഉൽപ്പത്തി 3:21 യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ആദാമിനും ഹവ്വയ്ക്കും ദൈവം തോല് കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവർ ധരിപ്പിച്ചു. ഇവിടെ വീണ്ടെടുപ്പ് ഒരു മറുരൂപം, ഒരു മുൻകുറിയായി, ചിത്രമായി അവതരിപ്പിക്കുകയാണ്. 15-ാം വാക്യത്തിൽ ഒരു വാഗ്ദാനമാണെങ്കിൽ വീണ്ടെടുപ്പ് ഇവിടെ 21-ാം വാക്യത്തിൽ ഒരു മുൻകുറിയാണ്, ഒരു ചിത്രമാണ്. പാപികളായ മനുഷ്യൻ, അവർക്ക് പാപത്താൽ സംഭവിച്ച നഗ്നത, ലജ്ജാഭാരം മറയ്ക്കുവാൻ അവർ നടത്തിയ ശ്രമം അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടാണ്. അത് പരാജയമായി. ദൈവത്തിന് മുമ്പിൽ അതൊരിക്കലും യോഗ്യമായിരുന്നില്ല. അവരുടെ ശ്രമം ഒരിക്കലും ദൈവം സ്വീകരിച്ചില്ല. മനുഷ്യൻ അവൻ്റെ പാപനിമിത്തം സംഭവിക്കുന്ന കേടുപാടുകൾ തീർക്കാൻ അവൻ നടത്തുന്ന ഒരു ശ്രമങ്ങൾക്കും ദൈവത്തിന് മുമ്പിൽ വിലയില്ല. ദൈവത്തെ സന്തോഷിപ്പിച്ചില്ല. അപ്പോൾ അവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കും. നമ്മൾ 21-ാം വാക്യം വായിച്ച പോലെ മോശയിലൂടെ എഴുതി, യഹോവയായ ദൈവം ആദാമിനും അവൻ്റെ ഭാര്യയ്ക്കും തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കി അവരെ ഉടുപ്പിച്ചു. ദൈവമാണ് അവരെ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കിയത്. അവിടെ തോൽ കൊണ്ട് ഉടുപ്പുണ്ടാക്കണമെങ്കിൽ മൃഗങ്ങൾ മരിക്കപ്പെടണം, മൃഗങ്ങൾ കൊല്ലപ്പെടണം. ഇപ്പോൾ ചില മൃഗങ്ങളെ ജീവൻ എടുത്തു കളഞ്ഞിട്ടാണ്, അവരെ കൊന്നിട്ടാണ് ആ മൃഗത്തിൻ്റെ തോല് കൊണ്ട് ഇവരുടെ നഗ്നത മാറ്റിയത്. അപ്പോൾ ഈ മൃഗങ്ങൾ വാസ്തവത്തിൽ ഒരു പകരമാണ്, ഒരു പ്രായശ്ചിത്തമാണ്. കർത്താവ് യേശുവിൻ്റെ മരണത്തിൻ്റെ നിഴലാണ്. കാരണം പിന്നീട് നമുക്കറിയാം കർത്താവ് യേശുവിൻ്റെ ക്രൂശിലെ യാഗം, ആ ക്രൂശിലെ പരമയാഗത്തിലൂടെയാണ് മനുഷ്യൻ്റെ പാപത്താൽ വന്ന ലജ്ജ മാറുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 29-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് കടന്നു പോകുന്ന യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് യോഹന്നാൻ സംസാരിച്ചത്. യോഹന്നാൻ പറഞ്ഞു, പിറ്റേന്നാൾ യേശു തൻ്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് അവൻ, ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. ഇപ്പോൾ യേശു യോഹന്നാൻ്റെ അടുക്കിലേക്ക് വരും. ആദ്യം യേശു നടന്നു പോകുമ്പോൾ പറയും, ഇപ്പോൾ യേശു തൻ്റെ അടുക്കിലേക്ക് വരികയാണ്. യോഹന്നാൻ്റെ ശുശ്രൂഷ അവസാനിക്കാറായി. ഇതാ ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാണ്. അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനം, കൊരിന്ത്യർക്കെതിരെ 2-ാം ലേഖനത്തിൻ്റെ 5-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതുമ്പോൾ മനുഷ്യ ശരീരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഈ കൂടാരത്തിൽ ഞരങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കും. അത് നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യ ശരീരം.
അതാണ് ഇപ്പോഴത്തെ ഉടുപ്പ്. എങ്കിൽ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം. അതായത് ഈ ശരീരം മരിക്കുമ്പോൾ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. നമ്മൾ മരിക്കുമ്പോൾ ഈ പുറത്തുള്ള ഉടുപ്പ് മാറും. അപ്പോൾ സ്വർഗീയമായി ഞങ്ങളുടെ പാർപ്പിടം അതിന് മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. അതാണ് പുതിയ ശരീരം, സ്വർഗീയമായ പാർപ്പിടം. അത് മീതെ ധരിക്കാൻ വാഞ്ചിക്കുന്നു എന്ന് പറയുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു വീണ്ടെടുപ്പ് ഒരു മുൻകുറിയായിട്ട് ഏതൻ തോട്ടത്തിൽ വെച്ച് തന്നെ കാണിച്ചു തന്നു. ഒരു മൃഗങ്ങളെ കൊന്ന് അതിൻ്റെ തുകൽ കൊണ്ട് മനുഷ്യനെ ഉടുപ്പിച്ച് ഇവിടെ നഗ്നത, പാപം നിമിത്തം വന്ന നഗ്നത മാറ്റിക്കൊടുക്കും. അപ്പോൾ ഈ വിഷയത്തിന് മുന്നോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് നമ്മൾ ചിന്തിക്കുന്നത് ജലപ്രളയത്തിൻ്റെ കാലത്തെക്കുറിച്ച്. അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഒന്ന് ചിന്തിക്കാം. ഇപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചത് പറഞ്ഞത് എന്താണ്? ദൈവം അബ്രഹാമിന് നൽകിയ വാഗ്ദാനം, വീണ്ടെടുപ്പിൻ്റെ വാഗ്ദാനം, അതിനൊരു ഒരുക്കിയ വ്യക്തിയാണ് അബ്രഹാം. ആ അബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദാനം നിറവേറും. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. 6 ലക്ഷം പേരാണ്, 70 പേർ പോയ സ്ഥലത്ത് 6 ലക്ഷം പേരാണ് 430 വർഷത്തിന് ശേഷം പുറത്തേക്ക് വരുന്നത്. ഒരു വലിയ ജാതിയായി. സഞ്ചരിച്ച ദേശം കൊടുക്കാമെന്ന് പറഞ്ഞ് അവർക്ക് കൊടുത്തു. ആദ്യം കൊടുത്തപ്പോൾ അതിനെ അടക്കി വാണു, സ്വസ്ഥത കൊടുത്തു. പക്ഷെ അവിടെ നിന്നില്ല. അവർ വിഗ്രഹാരാധനയിലേക്ക് പതുക്കെ ചരിഞ്ഞു. ദൈവം അവരെ ഓടിച്ചു കളഞ്ഞിട്ട് ദൈവം പറഞ്ഞു ആവർത്തനം 30 നിങ്ങൾ ചെല്ലുന്ന ദേശത്ത് ദൈവത്തിൻ്റെ പ്രമാണം, ന്യായപ്രമാണത്തെ നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് അനുസരിക്കാൻ മനസ്സ് വെച്ചാൽ തിരിച്ചു വരും. അങ്ങനെ ഒരു ശേഷിപ്പ് തിരിച്ചു വന്നു. അത് നമ്മൾ എസ്രാ പറഞ്ഞു, നെഹമ്യാവ് പറഞ്ഞു, ഹഗ്ഗായി പറഞ്ഞു, യെരമ്യാവ് പറഞ്ഞു, യെശയ്യാവ് പറഞ്ഞു. ശേഷിപ്പ് മടങ്ങി വന്നു. അവർ മതിൽ പണി തുടങ്ങി, ഇടയ്ക്ക് നിർത്തി, വീണ്ടും തുടങ്ങി. അവർ ദൈവം അവർക്ക് കൊടുത്ത വാഗ്ദാനം പൂർത്തിയാക്കി. ഇനി അവർക്കിനി പ്രത്യേകിച്ച് ദേശമില്ല, പ്രത്യേകിച്ച് യാതൊരു വാഗ്ദാനം അവശേഷിക്കുന്നില്ല. അവർക്കുള്ള അവശേഷിക്കുന്ന വാഗ്ദാനം കർത്താവ് യേശു എന്ന മശിഹായെ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതൊരു ആത്മീക വാഗ്ദാനമാണ്. നിന്റെ സന്തതി മുഖാന്തരം ഭൂമി അനുഗ്രഹിക്കപ്പെടുമെന്ന് പറഞ്ഞ ആത്മീക സന്തതി, അബ്രഹാമിൻ്റെ പരമ്പരയിലൂടെ വരാൻ പോകുന്ന ആത്മീക സന്തതി. അത് യേശുവിനെ കുറിച്ചാണ്. യേശുവിനെ ഭൂമിയിലേക്ക്, ലോകത്തിലേക്ക് അവതരിപ്പിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ ചരിത്രത്തിൽ നടന്ന പ്രവർത്തനമാണ് ബൈബിളിലൂടെ ദൈവം തുറക്കുന്നത്. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിൻ്റെ ചരിത്രം. ആദ്യം അതൊരു വാഗ്ദാനമായി 33:15 പറഞ്ഞു. അത് ചിത്രീകരിക്കുവാൻ ആ മൃഗത്തിൻ്റെ തുകലുകൊണ്ടവിടെ നഗ്നത മറച്ചു കാണിച്ചു. തുടർന്നുള്ള കാലങ്ങളിലും ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ നമ്മൾ കാണാൻ പോവുകയാണ്. ദൈവങ്ങളെ സഹായിക്കട്ടെ. ചിന്തിക്കുക. മനുഷ്യൻ്റെ വീണ്ടെടുപ്പ് ദൈവത്തതിയാണ്. വീണ്ടെടുക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ. ദൈവങ്ങളെ സഹായിക്കും.